നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രിക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ചരിത്ര പുസ്തകങ്ങളിലെ ചരിത്രങ്ങളെല്ലാം അടിമുടി വെട്ടിമാറ്റി അന്ധവിശ്വാസങ്ങൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ NCERT പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവനും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ മുഗളന്മാരുടെ ചരിത്രം പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് ഈ അടുത്ത കാലത്ത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ വെച്ച് ഒരു മഹാകുംഭമേള നടക്കുകയുണ്ടായി. ഒരു അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് അതങ്ങോട്ട് ചേർത്തു. ഇനി മുതൽ അത് പഠിച്ചാൽ മതി കുട്ടികൾ, മുൻകാല ചരിത്രമൊന്നും ഇന്ത്യയുടെ ഇനി പഠിക്കണ്ട എന്നൊരവസ്ഥയിലാക്കി. എന്നാൽ അത് നമ്മുടെ സംസ്ഥാനങ്ങളിലെ എല്ലാ പാഠപുസ്തകങ്ങളിലും അതങ്ങ് പാഠമാക്കി. എന്നാൽ ഒരു സംസ്ഥാനത്ത് മാത്രം ഈ അന്ധവിശ്വാസങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അതെവിടെയാണെന്നല്ലേ? നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് തന്നെ ആർജവമുള്ള ശേഷിയുള്ള മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. അവരുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ശാസ്ത്രവും AI ഒക്കെ ഈ കാലത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ അതിൻ്റെതായ അപ്ഡേറ്റുകളാണ് അവർക്ക് പഠിക്കേണ്ടത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് MK സ്റ്റാലിൻ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും മറ്റു സ്ഥാപനങ്ങളോടും മുന്നറിയിപ്പ് നൽകി. ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്താനും അതുപോലെ സാമൂഹിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സ്ഥാപനങ്ങളോട് MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. നമസ്കാരം. വിശദമായി നമുക്കൊന്ന് നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാൽ കടുത്ത നടപടിയും എടുക്കുമെന്ന് MK സ്റ്റാലിൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് മുന്നറിയിപ്പ് നൽകി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് ഈ മുന്നറിയിപ്പുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശാസ്ത്രത്തിലും സാമൂഹ്യ നീതിയിലും അധിഷ്ഠിതമായ ചിന്താശേഷികളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് സ്റ്റാലിൻ പറഞ്ഞു. മറിച്ച് മിത്തുകളെയും അന്ധവിശ്വാസങ്ങളെയും അശാസ്ത്രീയമായ കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കരുതെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് MK സ്റ്റാലിൻ പറഞ്ഞു. അതുതന്നെയല്ലേ ഒരു മുന്നോട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു മുഖ്യമന്ത്രി തൻ്റെ ജനങ്ങളുടെ ഭാവിയിൽ ആകാംക്ഷയുള്ള ഒരു മുഖ്യമന്ത്രി പറയേണ്ടതും ചെയ്യേണ്ടതും. അല്ലാതെ 1500 വർഷങ്ങൾ പിന്നിലേക്ക് കുട്ടികളെ കൊണ്ടുപോയാൽ അവർ വീണ്ടും ശിലായുഗത്തിലേക്ക് ചെന്നെത്തും. അല്ലാതെ ഈ AI ഈ കാലത്ത് എല്ലാം നമ്മുടെ കൈകളിൽ വന്നെത്തുന്ന ഈ കാലങ്ങളിൽ ഈ ശാസ്ത്രമല്ലാതെ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ മുന്നോട്ടുള്ള ചിന്താഗതിയുള്ള കുട്ടികൾ അതിനനുവദിക്കില്ല. അവർക്കത് മനസ്സുമുണ്ടാകില്ല. തീർച്ചയായും ഇങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയാണ് വേണ്ടത്. എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്താനും സാമൂഹിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സ്ഥാപനങ്ങളോട് സ്റ്റാലിൻ ആവശ്യപ്പെട്ടതിൽ തെറ്റൊന്നുമില്ല. ഇത്തരത്തിൽ കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാക്കാനും സ്റ്റാലിൻ യൂണിവേഴ്സിറ്റികളോട് ആവശ്യപ്പെട്ടു. ഇതിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങളുടെ മേളിലും ഇനി ഒരു വ്യക്തിയാണെങ്കിൽ വ്യക്തിയുടെ മേളിലും കർശനമായി നടപടി സ്വീകരിക്കുമെന്ന് സ്റ്റാലിൻ വ്യക്തമായി പറഞ്ഞത് മാത്രമല്ല, ഒരു താക്കീതായിട്ടാണ് കൊടുത്തത്. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിലകൊള്ളാൻ സ്റ്റാലിൻ ആവശ്യപ്പെട്ടത്. തെറ്റിദ്ധാരണ പുലർത്തുന്ന ആശയങ്ങളിൽ നിന്ന് യുവാക്കൾ മാറി നിൽക്കണം. ആ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കലിൽ നിന്നും മാറി നിൽക്കണം. യുവാക്കളോട് അതാണ് ആഹ്വാനം ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അന്ധവിശ്വാസം തള്ളുന്ന ആളുകളെയല്ല നിങ്ങൾ റോൾ മോഡലാക്കേണ്ടത് എന്നും പറഞ്ഞു. തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം തിയറി,
അതുപോലെ ഉള്ള പുതിയ തരത്തിലുള്ള AI ടെക്നോളജി പോലുള്ള ടെക്നോളജികളിൽ, കമ്പ്യൂട്ടിംഗ് മേഖലകളിൽ ഇവയിലൊക്കെ മുന്നേറുകയാണ് വേണ്ടത്. നമ്മുടെ യുവതലമുറ ഏത് വെല്ലുവിളികളെയും ഏറ്റെടുക്കാൻ പ്രാപ്തരായിരിക്കണമെന്നും അതിനായി ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് നമ്മൾ നേടേണ്ടതെന്നും കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്നും കുട്ടികൾ പഠിക്കേണ്ടതും ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണെന്നും ഏറ്റവും നല്ല ചരിത്രമാണ് പഠിക്കേണ്ടതെന്നും ഏറ്റവും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നും പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതെന്നും MK സ്റ്റാലിൻ ശക്തമായി ആവശ്യപ്പെട്ടു. ഇങ്ങനെ നമ്മുടെ കേരളത്തിലും ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുത്താൽ നമ്മുടെ കേരളത്തിലെ കുട്ടികളും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം പഠിക്കാൻ അവർക്ക് ആർജവും കൊടുക്കത്തക്ക രീതിയിലാണ് NCERTയും മറ്റും പുസ്തകങ്ങളിൽ മാറ്റം വരുത്തേണ്ടത്. ഇപ്പോൾ ചരിത്രങ്ങളെ മാറ്റിമറിക്കുന്ന സർക്കാരാണ് നമ്മുടേത്. നമ്മൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്, ആദ്യം മുതലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി ചരിത്രം എത്ര തന്നെ മാറ്റാൻ ശ്രമിച്ചാലും മാറാത്തതുമായ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ കുറിച്ചാണ്. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണെന്നുള്ള വിവരം ഏതൊരു കൊച്ചുകുട്ടിയോട് നമ്മൾ ചോദിച്ചാലും അവർ കൃത്യമായി ഉത്തരം പറയും, മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവെന്ന്. എന്നാൽ ആ ഒരു ചരിത്രം പതുക്കെ മാറ്റി മഹാത്മാഗാന്ധിയുടെ സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരാനാണ് നമ്മുടെ സർക്കാരിന്റെ പല കളികളും നടന്നുകൊണ്ടിരിക്കുന്നത് പിൻവാതിലിലൂടെ. അതിനായിട്ടാണ് ഇപ്പോൾ പുതിയ ക്യാമ്പയിനുകൾ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും ട്വിറ്ററിലൂടെയും മറ്റും പുതിയ ക്യാമ്പയിനുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ പാഠപുസ്തകങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി വച്ചിരിക്കുന്നു. ആ മഹാപുരുഷൻ ആരാണെന്നറിയാം, നമ്മുടെ VD സവർക്കർ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ പുതിയ ജനതയുടെ രാഷ്ട്രപിതാവ്. ആരോട് ചോദിച്ചാലും ഉത്തരം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ സ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ VD സവർക്കർ എന്ന് ഉത്തരം പറയണം. പക്ഷെ PSCക്ക് നിങ്ങൾ ആ ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് കിട്ടില്ല. PSCക്കോ അതുപോലെയുള്ള മത്സര പരീക്ഷകളിലോ നിങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധി എന്ന് തന്നെ തീർച്ചയായും ഉത്തരം എഴുതേണ്ടി വരും. ഇല്ലെങ്കിൽ VD സവർക്കർ എന്ന് എഴുതി വെക്കുന്നവരുടെ മാർക്ക് കുറയും. അതെന്റെ കുഴപ്പമല്ല, ചരിത്രത്തിന്റെയും കുഴപ്പമല്ല, ആരുടെ കുഴപ്പമാണ്? സർക്കാരിന്റെ കുഴപ്പമാണ്. സർക്കാർ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് VD സവർക്കർ എന്നാണ്. എന്നാൽ PSCയുടെയും മറ്റും ചരിത്രപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് സത്യസന്ധമായിട്ടുള്ള ഉത്തരമാണ്. ആ ഉത്തരമാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഉത്തരം. ഇങ്ങനെ ചരിത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പല വിധത്തിലുള്ള ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ കുട്ടികളും ഉദ്യോഗാർത്ഥികളും ഇനി ഉദ്യോഗം കിട്ടിയവരും ഒക്കെ നേരിടേണ്ടി വരും. ഇപ്പോൾ മുഗളന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഒരു 800 വർഷം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള തീരുമാനമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 800 1000 വർഷം എടുത്തു മാറ്റിയാലും ഇന്ത്യയുടെ ചരിത്രം ചരിത്രമായി തന്നെ നിൽക്കും. അല്ലാതെ അത് എങ്ങോട്ടും മാറാൻ പോകുന്നില്ല. ചരിത്ര പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പുസ്തകങ്ങളിൽ മാത്രം ഈ മാറ്റം വരുത്തിയാൽ ഒരു കഥയോട് മാത്രമേ നമുക്ക് ഉപമിക്കാനാവൂ. ഐതിഹ്യ കഥകൾ പലതുമുണ്ടല്ലോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന. ആ ഒരു കഥയുടെ കൂട്ടത്തിൽ മാത്രം ഈ കഥയും ചേർത്ത് വായിക്കപ്പെടും എന്നുള്ളതല്ലാതെ ഇതിൽ ചരിത്രത്തിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇനി അത് തന്നെയാണെന്ന് വിശ്വസിച്ചാലും സത്യത്തെ നമ്മൾക്ക് ഒരിക്കലും മറച്ചു വയ്ക്കാൻ കഴിയില്ല. സത്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ ചരിത്രം. ആ ഇന്ത്യ ചരിത്രം പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായും ആ ഒരു ചരിത്രവും കൂടെ പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ പരീക്ഷയിലെ മത്സര ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവുകയുള്ളൂ. എന്തായാലും MK സ്റ്റാലിനെ പോലുള്ള ആർജവമുള്ള ശക്തിയുള്ള നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സമ്പത്ത്, വിദ്യാഭ്യാസമാണ് അവരുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന്
ചിന്തയുള്ള മുഖ്യമന്ത്രിമാർ ഇനിയും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ടതുണ്ട്. തമിഴ്നാട്ടിലെ കുട്ടികൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ യുവാക്കൾ ഇതുവരെയായിട്ടും എല്ലായിടത്തും മുന്നിൽ തന്നെയാണ് അവരുടെ വിദ്യാഭ്യാസം. കേരളത്തിലാണ് 100% വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാലും കേരളത്തിലെ ബാങ്കുകളൊക്കെ വന്നെടുത്ത് നോക്കൂ, എല്ലായിടത്തും ഈ തമിഴന്മാർ തന്നെയാണ് ബാങ്ക് മാനേജർമാരായിട്ടൊക്കെ വരുന്നത്. കൂടുതലും നാഷണലൈസ്ഡ് ബാങ്കിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ഒക്കെ ഈ തമിഴ്നാട്ടിലെ ആളുകളൊക്കെയാണ് കൂടുതലായും ബാങ്ക് മാനേജരായിട്ടൊക്കെ വരാറുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മുടെ മലയാളികൾ എന്തുകൊണ്ട് വരുന്നില്ല? അപ്പോഴവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു മുൻതൂക്കം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബാങ്ക് മാനേജറിന്റെ കാര്യം മലയാളികളും ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പൊ എല്ലാ കാര്യങ്ങളിലും അവരുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടത് തന്നെയാണ്. അതിന് തന്നെയാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അവിടെ പ്രസ്താവിച്ചത്, അന്ധവിശ്വാസങ്ങളെ പഠിപ്പിക്കാതെ ഇന്റലിജൻസും സാമൂഹ്യനീതിയും ഉറപ്പാക്കത്തക്ക രീതിയിൽ ഉള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാൽ കടുത്ത നടപടിയെടുക്കുമെന്ന് എം കെ സ്റ്റാലിൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും മറ്റുള്ള സ്ഥാപനങ്ങളോടും മുന്നറിയിപ്പ് കൊടുത്തത്. തീർച്ചയായും അതൊരു താക്കീത് തന്നെയാണ്. ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർ നമ്മുടെ കേരളത്തിലും ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിമാർ നമ്മുടെ കേരളത്തിലും ശക്തമായ നിലപാടുകൾ എടുക്കാൻ ആർജവമുള്ള മന്ത്രിമാരെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമസ്കാരം.